എൻ്റെ 12-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. 15-ാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ അവസരമുണ്ടായി. 19-ാമത്തെ വയസ്സിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു സഭാ ശുശ്രൂഷകനായി മാറുവാൻ അവസരമുണ്ടായി. റാന്നിയിൽ ഞാൻ ജനിച്ചു വളർന്ന ഞങ്ങളുടെ മേഖലയിൽ കർത്താവിൽ അധ്വാനിക്കുന്നു. ഏതാണ്ട് 27 വർഷമായി റാന്നി ടൗൺ സഭയിൽ. ദൈവത്തിന് സ്തോത്രം. റാന്നിക്കാരായ പ്രിയപ്പെട്ടവരിൽ പലരും ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുന്ന പ്രിയ ബിൻസൻ ഇവിടെ അടുത്ത് പാർക്കുന്നു. അതുപോലെയുള്ള നിരവധി സഹോദരങ്ങൾ ഇവിടെയുണ്ട്. 125ഓളം കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സഭ റാന്നിയിലുണ്ട്. റാന്നിക്കാരായ ഞാൻ ഏറെ സ്നേഹിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും മുഖങ്ങൾ പേരെടുത്ത് പറഞ്ഞാൽ പലരുടെയും പേരുകൾ ഞാൻ ഉദ്ധരിക്കേണ്ടി വരും. എല്ലാവരുടെയും ആത്മബന്ധം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് പുറകിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോ കുര്യൻ നേതൃത്വം നൽകിയ ഒരു കോൺഫറൻസിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ ഇവിടെ എത്തിച്ചേരുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. റാന്നിയോടുള്ള എൻ്റെ ആത്മബന്ധം കൊണ്ട് റാന്നി വലിയ പള്ളിയിൽ നിന്ന് കൊണ്ടുപോയ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പുരാവസ്തു ഗവേഷണ വിഭാഗത്തിൻ്റെ പുരാലിഖിതങ്ങൾക്കിടയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ പഴയ ബൈബിൾ കാണുവാൻ പോയതും അതിൽ എന്നെ കൊണ്ടുപോയതുമായ പല സഹോദരങ്ങളുടെയും മുഖങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്കിങ്ങനെ ഒരു വിലപ്പെട്ട കൂടിവരവ് ദൈവം നൽകിയത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമായി കരുതുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആ പുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവേ നിൻ്റെ വചനത്തിനായി സ്തോത്രം എന്ന് ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞേ. പലരുടെയും മുഖം കണ്ടിട്ട് ദൈവത്തിന് സ്തോത്രം, ചെട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്നവൻ എന്ന് പണ്ട് മലയാള ഭാഷയിൽ പറയുന്നൊരു പദം പോലിരിക്കുന്നു. അഭിമാനത്തോടെ ആ വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വചനത്തിനായി സ്തോത്രം എന്നൊന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഒരു ദർശനത്തിലൂടെ ആ കരത്തിൽ ആ വചനം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രിയരെ, ലജ്ജ കൂടാതെ അഭിമാനത്തോടെ ആ കരങ്ങളിൽ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയാം. ഇങ്ങനെ നിങ്ങൾ വാ തുറന്ന് പറയണം, കർത്താവേ, ഒരു വെളിപ്പാടിലൂടെ അവിടുന്ന് എന്നോട് സംസാരിച്ചില്ലെങ്കിലും, ഒരു ദർശനത്തിലൂടെ അങ്ങ് എന്നോട് സംസാരിച്ചില്ലെങ്കിലും, ഒരു പ്രവചന ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങിയില്ലെങ്കിലും, ഇന്ന് രാത്രി നിൻ്റെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ, എനിക്കത് മതി എന്ന് പറയുന്ന ദൈവമക്കൾ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഞാൻ പറഞ്ഞ പല്ലവികൾ നിങ്ങളുടെ നാവിൽ നിന്നൊന്ന് ഉദ്ധരിക്കട്ടെ. കർത്താവേ, ഒരു അസാധാരണ ദൈവിക വെളിപ്പാട് എൻ്റെ കൺമുൻപിൽ മറനീക്കി പ്രദർശിപ്പിക്കപ്പെട്ടില്ലെങ്കിലും, അതിശക്തമായൊരു പ്രവചന ദൂത് എൻ്റെ കാതിൽ മുഴങ്ങിയില്ലെങ്കിലും, ഇന്ന് രാത്രി അങ്ങെന്നോട് വ്യക്തിപരമായി ഈ വചനത്തിലൂടെ സംസാരിക്കണമേ. ശബ്ദം ഉയരട്ടെ. ഇവിടെ ഇരിക്കുന്ന സകല പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഈ വചനത്തിൻ്റെ മുൻപിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങെന്നോട് സംസാരിക്കണമേ എന്ന് ശക്തമായി ആ പുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. പ്രിയപ്പെട്ടവരോട് ഞാനൊരു വസ്തുത പറയാം. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിരിക്കുന്ന ദൈവപൈതലെ, നിനക്കൊരിക്കലും വഴി തെറ്റുകയില്ല എന്ന് മാത്രമല്ല, നീ എത്തേണ്ടിടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്നൊരു ദിവ്യ പ്രകാശം നിന്റെ പാതയ്ക്ക് ദീപമായി ഇതിൽ നിന്ന് നിരന്തരം വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഉറപ്പോടെ എൻ്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവജനത്തിന് നടുവിൽ അധികാരത്തോടെ ധൈര്യത്തോടെ പറയാം, ദൈവത്തിന് സ്തോത്ര. സമാധാനമായി എങ്ങനെ ജീവിക്കണം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നുകൂടെ പഠിപ്പിക്കുന്നൊരു പുസ്തകം ലോകത്തിനുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് രാത്രിയെ കരങ്ങളിലെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഞാൻ പ്രാർത്ഥിച്ച് വചനധ്യാനത്തിലോട്ട് കടക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവിടുത്തെ കരങ്ങളിൽ അപ്പം എടുത്ത് ജനത്തെ പന്തിയായിരുത്തി വാഴ്ത്തി നുറുക്കി വിളമ്പാൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ അങ്ങയെ പ്രതിനിധീകരിച്ച ജീവന്റെ വചനം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നിത്യതയ്ക്കായിട്ടുള്ള അപ്പം അവരുടെ മുൻപിൽ വിളമ്പുന്ന രാത്രിയാക്കണമേ. അവിടുത്തെ കരം ഇവിടെ
ഉയർന്നു നിൽക്കുന്നത് ഞങ്ങൾ ആത്മദൃഷ്ടികളിൽ കാണുന്നു. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. പ്രാർത്ഥനാപൂർവം വേദപുസ്തകം നമുക്ക് തുറക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാപൂർവം വേദപുസ്തകം തുറക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 5 വരെ വായിച്ചാട്ടെ. ആ ആ അല്ല, ശിലോഹുമിലെ ഗോപുരം വീണു മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ഏകാഗ്രതയോടെ, ദൈവസന്നിധാന ചിന്തയോടെ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് തിരുവെഴുത്തുകളുടെ മുൻപിലായിരിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനത്തിനു മുൻപിൽ ഏറ്റവും ശക്തമായ ചില വിശദീകരണങ്ങൾ നൽകുകയാണ്. ഇതിന് നടുവിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു ഉപമയിലൂടെ, പ്രവചന സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു ഉപമയിലൂടെ ആ ജനത്തോട് സംസാരിക്കുന്നതിന് പശ്ചാത്തലമൊരുക്കുന്ന സാഹചര്യമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. മാനസാന്തരപ്പെടേണ്ടതിൻ്റെ അനിവാര്യത ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. അനുതാപത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ നിങ്ങൾ ബോധപൂർവം വിവേചിക്കുക. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ആ സന്ദേശമാണ് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. അനുതാപത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. 2024 നമ്മെ വിട്ട് പടി കടന്നു പോകാൻ തുടങ്ങുന്നു. 2025 ഒരടയ്ക്കപ്പെട്ട പുസ്തകം പോലെ നമ്മുടെ കൺമുൻപിൽ നിൽക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി മാനവകുലത്തിന്മേൽ പെയ്തിറങ്ങത്തക്ക വിധം ഒരു ഭീകരാവസ്ഥയിലേക്ക് മാനവജാതിയുടെ ചരിത്രം നീങ്ങുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം നേരിട്ട് കാണേണ്ടതിന് വേർതിരിക്കപ്പെട്ട ഒരു തലമുറ അതിനുവേണ്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, ഇതിന് നടുവിൽ മാനസാന്തരത്തിന് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന കരുണയുടെ ദിനങ്ങൾ തീരുന്നു. വെട്ടിക്കളയേണ്ടതിന് കൽപ്പന പുറപ്പെട്ടെങ്കിൽ പോലും കിളച്ചു വളമിടത്തക്ക വിധം അത്തിക്ക് അവസരം അനുവദിക്കുന്നെങ്കിലും അത്തിയുടെ 1 വർഷം കൂടെ തീർന്നു വരുമ്പോൾ കോടാലിയുടെ മൂർച്ച അത്തി അറിയാൻ തുടങ്ങുന്നു. അതിൻ്റെ ഭീകരതകൾ തിരിച്ചറിയുമ്പോൾ 2024 നമ്മെ വിട്ട് പടികടന്നു പോകുന്നതിന് മുൻപ് സ്വർഗം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ശക്തമായ ഒരു ആരാധനയല്ല, ആഴമായ ഒരു കരച്ചിലാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല ഞാൻ കൊതിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ ഇരുന്ന് കരഞ്ഞെഴുന്നേൽക്കണം എന്ന് ദൈവത്തിന് ആത്മാവ് ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ വേദഭാഗത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 12-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൻ്റെ വിശകലനം നൽകുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വേദഭാഗം സംസാരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ പ്രവചന സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു ഉപമയുടെ വിശകലനമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഭാഗം തുടങ്ങുന്നത് 12-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യത്തിലാണ്. വായിച്ചാട്ടെ, 12-ാം അധ്യായം 54-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. വായിച്ചാട്ടെ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. പലസ്തീൻ നാട്, അക്ര, മോറിയ, ബെദേസ, ഗിൽബോവ, സൈർ, ഈ മലമടക്കുകളുള്ള പലസ്തീന്റെ മണ്ണ്, അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്
മെഡിറ്ററേനിയൻ മഹാസമുദ്രമാണ്. അവിടെ നിന്ന് ഒരു മേഘക്കീർ ഉയർന്നാൽ ഇരമ്പിപ്പെയ്യുന്ന മഴയുടെ സാഹചര്യം അവിടുത്തെ കർഷക സമൂഹങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് പെരുമഴയ്ക്ക് വേണ്ടി കരഞ്ഞ ഏലിയാവിന്റെ കൺമുൻപിൽ ഒരു മനുഷ്യന്റെ കൈ പോലെ ചെറിയൊരു മേഘക്കീർ ഉയർന്നപ്പോൾ തന്നെ ഒരു പെരുമഴ വരുന്നു എന്ന് ആഹാബിനോട് പറയാൻ കാരണം അവിടുത്തെ കർഷക സമൂഹത്തിന് ഒരു ബോധ്യമുണ്ട്. കാലാവസ്ഥ നിരീക്ഷണ പാഠവും അവർക്കുണ്ട്. അവർക്കറിയാം ഏത് ദിശയിൽ നിന്ന് മേഘമുയർന്നാൽ അടുത്ത ദിവസം പെരുമഴ പെയ്യും. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങിയാൽ അത് സമുദ്രത്തിന്റെ ഭാഗമായതുകൊണ്ട് അവിടെ നിന്നുയരുന്ന മേഘം അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പ് നൽകുകയാണ്. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. വായിച്ചാട്ടെ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ? പലസ്തീൻ നാടിന്റെ തെക്കു ഭാഗം സീനായി മരുഭൂമിയാണ്. അവിടെ നിന്ന് കാറ്റുയരുന്നത് കണ്ടാൽ അത്യുഷ്ണമുണ്ടാകും, അതിശക്തമായ വരൾച്ചയുടെ ദിവസങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷണത്തിൽ ആ കർഷക സമൂഹത്തിന് ഊഹിച്ചെടുക്കാൻ കഴിയും. വായിച്ചാട്ടെ. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഹിപ്പോക്രാറ്റുകളെ, അഭിനേതാക്കളെ, വായിച്ചാട്ടെ. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ നിങ്ങൾ വിവേചിക്കാത്തതെന്ത്? ഓർക്കുക, എവിടെ നിന്ന് മേഘമുയർന്നാൽ പെരുമഴ പെയ്യും എന്ന് നിങ്ങൾക്കറിയാം. ഏത് ഭാഗത്ത് നിന്നും കാറ്റുയർന്നാൽ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾക്കറിയാം. വരാൻ പോകുന്ന കാലാവസ്ഥ ചൂടാണോ തണുപ്പാണോ എന്ന് തിരിച്ചറിയാൻ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലക്ഷണങ്ങൾ കണ്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. പക്ഷേ നിങ്ങളുടെ കൺമുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ കപടഭക്തിക്കാരാണ്. നിങ്ങൾക്കറിയില്ല കൺമുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന്. നിങ്ങൾക്കറിയാമോ ഈ കൺമുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന്? ഉൽപ്പത്തി 3:15 മുതൽ പ്രവാചകന്മാർ പ്രവചിച്ച് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി ഈ മണ്ണിൽ പ്രവചിച്ചതുപോലെ ജന്മം കൊണ്ട്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിക്കാൻ പോകുന്ന, പ്രവചിച്ചതുപോലെ പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്ന, സ്വർഗം ഭൂമിയെ തൊട്ട് നിൽക്കുന്ന യേശുവാണ് ഈ കൺമുൻപിൽ ഇറങ്ങി നിൽക്കുന്നത്. സ്തോത്രം. മേഘക്കീർ ഉയരുന്നത് കാണുമ്പോൾ പെരുമഴ ഊഹിക്കാൻ കഴിയുന്ന ഈ സമൂഹത്തിന്, ഒരു ചൂടുള്ള കാറ്റുയരുന്നത് കാണുമ്പോൾ കാലാവസ്ഥയുടെ മാറ്റം പ്രവചിക്കാൻ കഴിയുന്ന ഈ സമൂഹത്തിന് യേശു ക്രിസ്തുവിനെ മാത്രം മനസ്സിലായില്ല. അങ്ങനെയെങ്കിൽ ഗുരുതരമായ അപകടത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. ഒരു വസ്തുത എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. നമ്മുടെ പിതാക്കന്മാർ പ്രസംഗിച്ച് യേശുവിൻ്റെ മടങ്ങിവരവ് നേരിട്ട് കാണാതെ അവർ മൺമറഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ മടങ്ങിവരവ് നേരിട്ട് കാണാൻ ഈ തലമുറയിൽ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് എൻ്റെ മുൻപിലിരുന്ന കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ. നമ്മുടെ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പറയണം, ഇതൊരു സാധാരണ കാലമല്ല, ഇത് പ്രവചനങ്ങൾ കൂട്ട നിവർത്തിയിലേക്ക് നീങ്ങുന്ന കാലമാണ്. നിങ്ങൾക്കറിയാമോ, വടക്കേയുണ്ടയിൽ ശ്രദ്ധേയനായ ഒരു ശാസ്ത്രജ്ഞൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ പെട്ടെന്ന് അദ്ദേഹം ചാടിക്കയറി ട്രെയിനിന്റെ ചങ്ങല വലിച്ചു. ആളുകൾ അടുത്തു വന്ന് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചേ? അപ്പോൾ പറഞ്ഞു, ഇതിന്റെ മുൻപിൽ ട്രെയിൻ പാളം ആരോ മുറിച്ചിട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. സംഭവം മറ്റൊന്നല്ല, നേരെ നിരീക്ഷണം നടത്തി റെയിൽവേ ഗാർഡ് പെട്ടെന്ന് മനസ്സിലായി, അതിന്റെ 500 മീറ്റർ അപ്പുറത്ത് റെയിൽവേ ട്രാക്ക് തകർത്തിട്ടിരിക്കുകയാണ്. സ്തോത്രം. തിരിച്ചു വന്ന് ചോദിച്ചു, അങ്ങയ്ക്ക് എങ്ങനെ മനസ്സിലായി റെയിൽവേ ട്രാക്ക് തകർത്തെന്ന്? അപ്പോൾ പറഞ്ഞു, ട്രെയിൻ പാളത്തിലൂടെ ഓടുമ്പോൾ ചുക് 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 എന്ന് കേൾക്കുന്ന ആ ശബ്ദം ഇഞ്ചന്റെ ശബ്ദം മാത്രമല്ല, പാളവുമായിട്ടുള്ള ഇഞ്ചന്റെ അലൈൻമെന്റിന്റെ താളത്തിന്റെ ശബ്ദമാണ്. പാളം തകർന്നാൽ താളം മാറും.
ആ താളം മാറുന്നത് കേട്ടാൽ പാളം തകർന്നെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അത് കൃത്യമായിരുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കണ്ണൊന്നുയർത്തി കാലാവസ്ഥയെയും മനുഷ്യ ചരിത്രത്തെയും ഒന്ന് വിലയിരുത്തിയാൽ മാനവജാതിയുടെ ചരിത്രം ഇനി അധിക നാൾ ഇങ്ങനെ മുൻപോട്ട് പോകില്ല. ഇത് കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, മനുഷ്യവർഗത്തിൻ്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലാണ് മധ്യപൂർവ്വ പ്രദേശം. മനുഷ്യ ചരിത്രത്തിന്റെ അധോഗതിക്ക് ചുടലക്കളം തോണ്ടാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലവും മധ്യപൂർവ്വ പ്രദേശം തന്നെയാണ്. 1, 2 മഹായുദ്ധങ്ങൾ മാനവചരിത്രം കണ്ടു. 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധം 100 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. 1939 മുതൽ 45 വരെ നടന്ന 2-ാം ലോക മഹായുദ്ധം 550 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. എന്നാൽ അടുത്തൊരു മഹായുദ്ധം ഉണ്ടാകും എന്ന് ബൈബിൾ പ്രവചനദ്വാര നാം പഠിക്കുന്നു. രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും ഒട്ടൊഴിയാതെ പരിചയും പലകയും എടുത്ത കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും നിന്നോടൊപ്പം പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്ക. വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വത നിരകളിൽ തന്നെ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് സ്വസ്ഥമായി പാർക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്നോട് കൂടെയുള്ള സകല ജനവും മേഘം പോലെ ദേശത്തെ മൂടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും എന്ന ബൈബിൾ ഭാഷയെ കാലികമായി വിവേചിച്ചാൽ പാർസികൾ ഇറാൻ ആണെന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ റഷ്യൻ മഹശക്തിയുടെ പിന്തുണയോടുകൂടെ ഇറാന്റെ നേതൃത്വത്തിൽ പലസ്തീന് നേരെ, ഇസ്രായേലിന് നേരെ ഒരു ഘോരയുദ്ധം നടക്കുമെന്നും സ്തോത്രം. ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും നിന്നോട്, അമേരിക്കയും ബ്രിട്ടനും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുമെന്നും ആ യുദ്ധം നടക്കുന്ന സമയം മാത്രമല്ല ആ യുദ്ധത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടും എന്ന് വരെ എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഉറങ്ങേണ്ട സമയമല്ല. കർത്താവിന്റെ മടങ്ങിവരവ് അടുത്തെന്ന് മാത്രമല്ല, അത് ഈ തലമുറയിൽ സംഭവിക്കത്തക്ക വിധം ചരിത്രം അതിന്റെ അവസാനത്തെ പേജിലേക്ക് ഓടിയെടുക്കുമ്പോൾ ഞാൻ കൈവിടപ്പെടരുത് കർത്താവേ എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി എൻ്റെ കൂടപ്പിറപ്പെ, നിന്നെ സ്വർഗം ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് വെറുതെയല്ല. നിത്യതയ്ക്കായി ഒരുങ്ങിയേ ഈ ഗ്രൗണ്ട് വിട്ട് മടങ്ങിപ്പോകാവൂ. പതിറ്റാണ്ടുകൾ ജീവിക്കാനുള്ളത് വെട്ടിപ്പിടിക്കാൻ ഇവിടെ പാർക്കുന്നതിനേക്കാൾ കാഹളത്തിന്റെ ഉരത്ത നാദം എപ്പോൾ കാതിൽ മുഴങ്ങിയാലും ഈ മണ്ണ് വിടത്തക്ക വിധം എൻ്റെ ജീവിതത്തെ ഒരുക്കി സൂക്ഷിക്കാൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഉയരട്ടെ. ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇതൊരു സാധാരണ കാലഘട്ടമല്ല, ഇത് ദൈവകരം ചലിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ മുൻപിലിരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളുടെ മുഖത്ത് നോക്കി ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ആകാശ മേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് അടുക്കുന്നു. ഇനി അധിക നാൾ കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകയില്ല. ഉറപ്പ്, ഇത് അന്ത്യഘട്ടത്തിലോട് അടുക്കുകയാണ്. ഈ വിശദീകരണം യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവിന്റെ കാതിൽ 2 പ്രത്യേക സംഭവങ്ങൾ വിശദീകരിക്കുകയാണ്. പെട്ടെന്ന് ചൂടോടെ പറയുകയാണ്. ഒന്നാമത്തെ സംഭവം, ദൈവത്തിന് സ്തോത്രം, യെരുശലേമിൽ ഒരു കൂട്ടക്കൊല നടന്നിരിക്കുന്നു. ആ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ഗലീലാക്കാർ പൊതുവെ വിപ്ലവകാരികളാണ്. ഇവർ പീലാത്തോസിനെതിരെ ഒരു വിപ്ലവത്തിന് നേതൃത്വം നൽകി. അന്നേ പീലാത്തോസ് അവരെ നോക്കി വെച്ചു. പക്ഷേ പീലാത്തോസിന്റെ കാതിൽ മറ്റൊരു വാർത്ത എത്തി. അന്നത്തെ വിപ്ലവകാരികൾ ചിലർ യാഗം നടത്താൻ യെരുശലേം ദൈവാലയത്തിൽ എത്തിയിട്ടുണ്ട്. യാഗത്തിനെത്തിയിരിക്കുന്ന വാർത്ത അറിഞ്ഞതോടെ പീലാത്തോസ് പോലീസിനെ പട്ടാളത്തെ ഉപയോഗിച്ചു.
ദേവാലയത്തിൽ ആരാധനയ്ക്ക് പങ്കെടുത്ത പലരെയും വെട്ടി നുറുക്കി യാഗപീഠത്തിൽ കയറ്റിയിട്ട് കൂട്ടമായി കത്തിച്ചു. ആ കൂട്ടക്കല യെരൂശലേമിൽ നടന്നു. ഈ വാർത്ത കർത്താവിൻ്റെ കാതിലെത്തിയപ്പോൾ കർത്താവ് ചോദിക്കുക, അല്ല, ആ കൊല്ലപ്പെട്ടവർ മുഴുവൻ കൊടിയ പാപികളും നിങ്ങളെല്ലാം പുണ്യവാളന്മാരുമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു വസ്തുത ചോദിക്കട്ടെ. 2019 കോവിഡ് ആരംഭിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും ഒരു മുന്നറിയിപ്പില്ലാതെ ഈ മണ്ണിനോട് യാത്ര പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഒന്ന് കയറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോയതാ. ചെറിയൊരു ശ്വാസമുട്ടലോ അല്പം ഒരു അസ്വസ്ഥതയോ, പക്ഷെ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് ഇറക്കിക്കൊണ്ടുവന്ന് കത്തിച്ച് കളയുകയായിരുന്നു പലരെയും. എത്രയോ ആയിരങ്ങൾ ഈ മണ്ണിനോട് വിട പറഞ്ഞു. അങ്ങനെ കൊല്ലപ്പെട്ട അനേകരുടെ മധ്യത്തിൽ നിന്ന് ആയുസോടെ ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിലിരിപ്പാൻ കോവിഡ് കാലം പിന്നിട്ട് എത്തിച്ചേരാൻ ദൈവം ഭാഗ്യം നൽകിയത് എൻ്റെ രക്തത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെ കൂടുതലാണെന്നും എൻ്റെ കുടുംബവക ജീനിൻ്റെ ഗുണമാണെന്നും ബോധ്യമുള്ള എത്ര പേരുണ്ട്? ഇല്ല. അതുകൊണ്ടല്ല ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അവർക്ക് പലർക്കും മാനസാന്തരത്തിന് ദൈവം സമയം കൊടുത്തില്ല. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ മണ്ണ് വിട്ടവർ പോയി. എന്നാൽ ദൈവം നമുക്ക് മാനസാന്തരത്തിനൊരു സമയം തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ വചനത്തിന് ബോധ്യമുള്ള ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, ഇത് ദൈവം അനുവദിച്ച സാധാരണ സമയമല്ല, ഇതെൻ്റെ ദൈവം അനുവദിച്ച അനുതാപത്തിന്റെ സമയമാണ്. സ്തോത്രം. ആ കൂട്ടക്കൊലയ്ക്കകത്ത് കൊല്ലപ്പെട്ടവർ നിങ്ങളെക്കാൾ പാപികളാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മഹാഭാരത കഥകളിൽ ശ്രദ്ധേയമായൊരു കഥയുണ്ട്. യുധിഷ്ഠിരൻ, ശ്രദ്ധേയമാണ് ആ കഥ. യുധിഷ്ഠിരൻ സഹോദരങ്ങളെ വനവാസ സമയത്ത് വെള്ളത്തിന് പറഞ്ഞു വിടുന്ന ഒരു രംഗമാണ്. വെള്ളത്തിന് വേണ്ടി പോയ ആൾ ഭയങ്കര കൊടിയ ദാഹം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജലാശയം കണ്ടെത്തിയത്. കോരി കുടിച്ചു. വെള്ളം കുടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു അശരീരി ശബ്ദം മുഴങ്ങി. എന്തായിരുന്നറിയാമോ അശരീരി? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. ഈ അശരീരിയുടെ മുൻപിൽ കുടിച്ചുപോയി ആർത്തി കൊണ്ട് ഇദ്ദേഹം. പക്ഷെ ആള് മരിച്ചു വീണു. 1, 2, 3 മരണം തുടരുകയാണ്. ഒടുവിൽ പറഞ്ഞു വിട്ടയാളെ തന്നെ ജലാശയത്തിന്റെ അടുക്കൽ ചെന്നു. സ്തോത്രം. വെള്ളം കോരി നാവോട് അടുപ്പിക്കുമ്പോഴാണ് ഈ ശബ്ദം കേട്ടത്. ശബ്ദത്തോട് പ്രതികരിക്കാൻ ഇദ്ദേഹം നിൽക്കുകയാണ്. ചോദ്യം 1. എന്താ വലിയ ചോദ്യം എന്നറിയാമോ? ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ഉത്തരം ശ്രദ്ധിക്കണം. അദ്ദേഹം കൊടുത്ത ഉത്തരം, ഇടത്തും വലത്തുമുള്ളവർ മരിച്ചു വീഴുമ്പോഴും ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ തുടരും എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്റെ മിഥ്യാബോധമാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ചോദിക്കട്ടെ, നൂറ്റാണ്ടുകൾ നിൽക്കും എന്ന ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? സ്തോത്രം. നമ്മളാരും സഹസ്രാബ്ദങ്ങൾ ഇവിടെ നിൽക്കുന്ന കരിവേലകമല്ല. നമ്മുടെ കൂട്ടത്തിൽ പലരും ഈ മണ്ണിൽ പൊഴിഞ്ഞെങ്കിൽ അധികം താമസിക്കാതെ നാമും യാത്രയാകേണ്ടവരാണ്. അതുകൊണ്ട് കൊല്ലപ്പെട്ടവർ മുഴുവൻ അശുദ്ധരും രക്ഷപ്പെട്ട ഞാൻ വിശുദ്ധനും എന്ന് വിചാരിക്കരുത്. അവർക്ക് അനുതപിക്കാൻ ദൈവം അവസരം കൊടുത്തില്ല. ഇന്ന് രാത്രി അനുതപിക്കാൻ എൻ്റെ ദൈവം എനിക്ക് അവസരം തന്നിരിക്കുന്നു എന്ന ബോധ്യമുള്ള ദൈവമക്കൾ കരമുയർത്തിക്കൊണ്ട് പറയണം, ഇതൊരു സാധാരണ രാത്രിയല്ല, ഇതെനിക്ക് ദൈവം അനുതപിക്കാൻ തന്ന അവസരമാണ്. അടുത്തത് മറ്റൊരു ഗൗരവമേറിയ സംഭവം യേശുവിൻ്റെ കാതിലെത്തുകയാണ്. എന്തെന്നറിയാമോ? ചരിത്ര പ്രസിദ്ധമായ ശീലോഹാം കുളം. ഈ ശീലോഹാം കുളത്തിൻ്റെ പ്രവേശന കവാടം ഒരു ആർച്ച് പണി നടക്കുകയാണ്. അവിടെ ഒരു രാജകീയ ഉദ്യാനം പണി തീർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ പണി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന 18ഓളം ആളുകൾ ആ ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പണി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഗോപുരം ഇടിഞ്ഞു വീണു. കൂട്ടമരണം സംഭവിച്ചു. അപ്പോൾ 18 പേരാണ് കൊല്ലപ്പെട്ടത്. കർത്താവ് ചോദിക്കുക, ഈ കൊല്ലപ്പെട്ട 18 പേർ നിങ്ങളെക്കാട്ടിൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇല്ല. നിങ്ങളെക്കാട്ടിൽ പാപികളായതുകൊണ്ടല്ല അവർ മരിച്ചത്. അവർക്ക് ദൈവം അനുതപിക്കാൻ അവസരം കൊടുത്തിട്ടില്ല. നിനക്ക് ദൈവം അനുതപിക്കാൻ അവസരം തന്നിരിക്കുകയാണ്. ഈ ദൂതിന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് തന്ന അനുതപിക്കാനുള്ള സമയമാണ്.
ഇന്ന് രാത്രി എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ രാത്രിയെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ശബ്ദം ഉയരട്ടെ. പോരാ പോരാ പോരാ, ശബ്ദം ഉയരട്ടെ. ഇടം വലം നിരിക്കുന്നവരെ മറന്നുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പറഞ്ഞേ, കർത്താവേ നീ എനിക്ക് അനുതപിക്കാൻ ഒരവസരം നൽകി തന്നിരിക്കുകയാണ്. അടുത്ത ദിവസം ഇതിനകത്തിരിക്കുന്ന ഏത് ശരീരങ്ങളാണ് മരണത്തിലൂടെ ഈ മണ്ണ് വിട്ടു മറയുന്നത് എന്ന് ആർക്കാണ് പറയാൻ കഴിയുന്നത്? കർത്താവേ നീ എനിക്ക് അനുതപിക്കാൻ സമയം തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രിയിലെ വ്യക്തികളുടെ കണ്ണ് തുറക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാത്സല്യ സഹോദര, ദൈവതേജസ്സിന്റെ മേഘം ഇന്ന് രാത്രി യോഗത്തിൽ നിഴൽ വിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് ആത്മനിയോഗത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്ന രാത്രിയായി രാത്രി തീരണം. ഈ ഗ്രൗണ്ട് വിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവമേ നീ എനിക്ക് അനുതപിക്കാൻ തന്നിരിക്കുന്ന അവസരത്തെ ഏറ്റവും ഗൗരവമായി കാണാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്തൃസന്നിധിയിൽ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ദൈവശബ്ദത്തിന് കാതോർക്കുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. അവിടുത്തെ വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു മേഘം പോലെ ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് ഈ മീറ്റിങ്ങിന് മീതെ നിഴൽ വിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറകിലിരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ മുതൽ ഏറ്റവും മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവദാസന്മാർ വരെ ഓരോ വ്യക്തികൾക്ക് നേരെ ദൈവത്തിന് ആത്മാവി രാത്രി വിരൽ ചൂണ്ടുകയാണ്. ആയുസിന്റെ ദിനങ്ങളിൽ ആരോഗ്യത്തോടെ ഈ ഗ്രൗണ്ടിൽ നടന്നു കയറി കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിനക്ക് ഭാഗ്യം നൽകിയത് നിന്റെ ശരീരത്തിന്റെ ആരോഗ്യ കൂടുതൽ കൊണ്ടല്ല, നിന്റെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയുടെ കൂടുതൽ കൊണ്ടല്ല. എൻ്റെ ദൈവം നിനക്ക് അനുതപിക്കാൻ തന്ന അവസരമാണെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് വാ തുറന്ന് വിളിച്ചു പറയണം, ഇന്ന് രാത്രി മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ ആരാധിച്ചെഴുന്നേൽക്കുന്നതിനേക്കാൾ ഞാൻ കരഞ്ഞെഴുന്നേൽക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ ഓർത്ത് അനുതപിക്കാൻ എൻ്റെ ദൈവം എനിക്ക് അവസരം തരികയാണ്. ദൈവാത്മാവ് രാത്രിയിലെ വ്യക്തികൾക്ക് ആത്മനിയോഗത്തിന്റെ ദൂത് പകരുന്നു. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ഇരുട്ടിന്റെ ശക്തികൾ പണമുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഉറങ്ങേണ്ട സമയമല്ല ഇന്ന് രാത്രി. നീ പൊടികുടഞ്ഞ് എഴുന്നേൽക്കേണ്ട രാത്രിയാണ് ഈ രാത്രി. സംഹാരകൻ നിനക്ക് നേരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ചില വ്യക്തികളോട് ഈ രാത്രി പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തി പറയുന്ന ഒരു ദൈവിക ദൂത് ഈ രാത്രി ഈ പുൽപ്പിറ്റിൽ ആവർത്തിക്കുന്നു. സംഹാരകൻ നിനക്ക് നേരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക. സംഹാരകൻ നിന്റെ ജീവന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അടുക്കുമ്പോൾ നിനക്ക് മറയാനുള്ള കോട്ട ആ രക്തക്കോട്ടയല്ലാതെ മറ്റൊരു കോട്ടയുമല്ലെന്ന് തിരിച്ചറിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് രാത്രി നിന്നെ ക്ഷണിക്കുകയാണ്. ഒരു സാധാരണ മീറ്റിങ്ങിനേക്കാൾ ഈ രാത്രി കർത്താവേ നീ എനിക്ക് അനുതപിക്കാൻ തന്ന അവസരമാണ്. ഇന്ന് രാത്രി എന്നെ അനുതാപത്തിനായി ഒരുക്കുകയാണ് എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. അനുതപിക്കാൻ ദൈവം തന്ന സുവർണ അവസരം. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഈ പശ്ചാത്തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപമ കർത്താവ് പറയുകയാണ്. ആ ഉപമ 13-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന ശ്രദ്ധിക്കുക. 6-ാമത്തെ വാക്യം. അവൻ ഒരു ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്ന് കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാനിതിന് ചുറ്റും കിളച്ചു വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന ഉത്തരം പറഞ്ഞു. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഒരിക്കൽ കൂടെ ശക്തിയോടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യൽക്കാർക്കൊരു ഏകാഗ്രതയുണ്ട്. ഇതുപോലെ തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. ഈ പറയുന്ന അത്തി മരമല്ല, മനുഷ്യനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഈ അത്തി മരമല്ല, ഈ അത്തി ഞാനും നിങ്ങളുമാണ് എന്ന് ദൈവാത്മാവ് രാത്രി ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ ശ്രദ്ധേയമായൊരു ഉപമ. ആ ഉപമയിൽ പ്രവചന സ്വഭാവമുണ്ട്. ആരെ പ്രതിനിധീകരിച്ച് ഈ വസ്തുത പറയുന്നോ ആ കേൾവിക്കാർ അടുത്ത 4 പതിറ്റാണ്ടിനുള്ളിൽ
ആ മണ്ണിൽ വെട്ടേറ്റ് വീഴാൻ തുടങ്ങുകയാണ്. അവരുടെ രാഷ്ട്രീയ വൃക്ഷത്തിന്റെ, ആ വടവൃക്ഷത്തിന്റെ കടയ്ക്കൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കോടാലി ആഞ്ഞു പതിക്കാൻ പോകുന്നു. അതിന് തൊട്ടു മുൻപ് പ്രവചന നിയോഗത്തോടെ അവരോട് സംസാരിക്കുകയാണ്. അത് ശ്രദ്ധിക്കുക. ഈ അത്തി സാധാരണ അത്തിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനും നിങ്ങളുമാണ്. ഈ അത്തിയുടെ പ്രത്യേകത എന്താന്ന് പറയാം. ഒന്ന്, ഇത് പദവി നേടിയ ഒരത്തിയാണ്. രണ്ട്, ഇത് സ്ഥാനം അലങ്കരിക്കുന്ന ഒരത്തിയാണ്. മൂന്ന്, ഇത് ഉടമസ്ഥനുള്ള ഒരത്തിയാണ്. ഇത് ചോദിക്കാനും പറയാനും ആളില്ലാതെ വഴിവക്കിൽ വന്യമായി വളരുന്ന കാട്ടത്തിയല്ല. ഇതൊരു ഉടമസ്ഥൻ ലക്ഷ്യത്തോടുകൂടെ കൊണ്ടുവന്ന് മുന്തിരിത്തോട്ടത്തിൽ വെച്ചു പിടിപ്പിച്ച സ്ഥാനം അലങ്കരിക്കുന്ന ഒരത്തിയാണ്. ഉടമസ്ഥനുള്ള ഒരത്തിയാണ്. ഇനിയും ഈ അത്തി, സ്തോത്രം, എന്തിന്? ഉത്തരം കൊടുക്കേണ്ടതിന് ബാധ്യസ്ഥമായ അത്തിയാണ്. ഈ അത്തി ഉത്തരവാദിത്തമുള്ള അത്തിയാണ്. ഈ അത്തി ന്യൂനത വെളിപ്പെടുത്തിയ അത്തിയാണ്. ഇലയേ ഉള്ളൂ, ഫലമില്ല. ഈ അത്തി ന്യൂനത വെളിപ്പെടുത്തിയ അത്തിയാണ്. ഈ അത്തി വെട്ടി മാറ്റപ്പെട്ടില്ല തുടക്കത്തിലെ. ഈ അത്തിയെക്കുറിച്ച് പ്രതീക്ഷയുള്ള ഒരത്തിയാണ്. എന്ന് പറഞ്ഞാൽ കിളച്ചു വടമടിയിൽ എന്ന പ്രതീക്ഷയുള്ള ഒരത്തിയാണ്. ഒടുവിൽ ഈ അത്തി സമയം നിശ്ചയിക്കപ്പെട്ട, ആയുസ് നിശ്ചയിക്കപ്പെട്ട അത്തിയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ അത്തി എന്താ? ഈ അത്തിയുടെ പ്രത്യേകത, ഇത് പദവി നേടിയ ഒരത്തിയാണ്. ഇന്ന് രാത്രി കരങ്ങളൊന്ന് ഉയർത്തിപ്പറ, ഞാൻ സാധാരണക്കാരനല്ല. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി UK മണ്ണിൽ ചേക്കേറി പാർക്കാൻ ദൈവം നമുക്ക് അവസരം തന്നപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം എനിക്ക് തന്ന പദവി എത്ര വലുതാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഈ രാത്രി വാപൂട്ടി മൗനമായിരിക്കരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, എരഗതിക്ക് പരഗതിയില്ലാതെ, സ്വന്തം ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്തിട്ടും അന്നം മുട്ടി നിൽക്കുന്ന ആയിരങ്ങൾക്ക് നടുവിൽ നിന്നും ഈ രാജ്യത്തിൻ്റെ നിലവാരം അനുഭവിക്കത്തക്ക വിധത്തിൽ കേരളക്കരയിൽ നിന്നും ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ സാധാരണ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം എൻ്റെ മേൽ പകർന്ന പദവിയുടെ വലിപ്പമാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. സ്തോത്രത്തോടെ പറയണം. ലജ്ജിക്കേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജിക്കരുത്. ലജ്ജിക്കാതെ പറയണം, എൻ്റെ ദൈവം എനിക്കെന്ന പദവിക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കേരളം എന്ന കാറ്റിക്ക പോലെ കിടക്കുന്ന ആ മണ്ണിൽ 10 ലക്ഷത്തോളം ആളുകൾ, സ്തോത്രം, സ്വന്തമെന്ന് പറയാൻ വൈകിട്ട് കയറി ചെല്ലാൻ ഒരു വീടില്ലെന്നാണ് സ്ഥിതിവിവരക്കണക്ക്. വല്ല പ്ലാസ്റ്റിക്കിന്റെ അടിയിലോ അല്ല പാലത്തിന്റെ അടിയിലോ കടത്തിണ്ണയിലോ നൂറുകണക്കിന് കുടുംബങ്ങൾ അന്തി ഉറങ്ങുമ്പോൾ ഈ നാട്ടിൽ സുഖകരമായി പാർക്കത്തക്ക വിധത്തിൽ ആ മണ്ണിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആരോഗ്യത്തോടെ ഉപജീവനം കഴിക്കാൻ, കരങ്ങൾ കൊണ്ട് ജോലി ചെയ്യത്തക്ക വിധം കൈകാലുകൾക്ക് ബലം പകർന്ന് ക്ഷേമത്തോടെ സ്വന്തം വാഹനം ഓടിച്ചെത്തിച്ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെ ദൈവം എനിക്ക് പദവി നൽകിയത് ഇതൊരു സാധാരണ തലമല്ലെന്ന് കൃതജ്ഞതയുടെ ഒരംശമെങ്കിലും അകത്തുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിനക്ക് ശബ്ദം ഉയർത്താൻ സ്വോത്രം പറ, സ്വോത്രം പറ, സ്വോത്രം പറ എന്ന് പറഞ്ഞ് ഗായക സംഘത്തിന്റെ പ്രോത്സാഹനം നിനക്ക് ആവശ്യമില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവം തന്ന പദവി ഓർത്ത് വാ തുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ? ശബ്ദം ഉയരട്ടെ പ്രിയപ്പെട്ടവരെ, ശബ്ദം ഉയരട്ടെ. മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ സഹോദര നിന്റെ കണ്ണൊന്ന് പോകണം. RCC ക്യാൻസർ സെന്ററിലേക്ക് നിന്റെ കണ്ണൊന്ന് പോകണം. 350 ഗ്രാം തൂക്കമുള്ള മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഈ കൊച്ചു നിറഞ്ഞത് പമ്പ് ഇടനെഞ്ചിൽ ഇടവിടാതെ ഇടിക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയും അത് പണി മുടക്കാതെ ആരോഗ്യത്തോടെ കടന്നു വരത്തക്ക വിധം ബലം പകർന്നത് നിന്റെ ശരീരത്തിന്റെ ബലക്കൂടുതൽ കൊണ്ടല്ലെന്ന് തിരിച്ചറിയണം. 1.5 കിലോ ഭാരമുള്ള 15,000 കോടി നാഡീ കോശങ്ങൾ ഓടിയൊഴുകുന്ന തലച്ചോറെന്ന ചെറുലോകത്തിൽ ഒരു തലമുടി നാരിന്റെ കനത്തിലെ ക്ലോട്ടിങ് വീണിരുന്നെങ്കിൽ വിറക് കഷണം പോലെ അടുക്കളയിൽ നിന്ന് വീട്ടിൽ തിന്നവരെ നടക്കാൻ പോലും കഴിയാതെ വേച്ച് കട്ടിലിൽ കിടന്ന് ഞാൻ അന്ത്യശ്വാസം വലിച്ചേനേയും. എന്നാൽ എൻ്റെ ദൈവം അതിനൊന്നും അനുവദിക്കാതെ, അത് BP ഇല്ലാത്തത് കൊണ്ടല്ല, അത് ഷുഗർ ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. ഇന്ന് രാത്രി തിരിച്ചറിയ ദൈവം നിന്നെ വിടുവിച്ച വിധങ്ങൾ ആത്മാവിന്റെ കണ്ണുകളിൽ ഒന്ന് കണ്ടാൽ കൈകെട്ടി വാപൂട്ടി ഹിമാലയ
പർവ്വതത്തിൽ മുനി ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ട് പോകാൻ ഒരിക്കലും തോന്നില്ല. ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് നടത്തിയ വിധങ്ങളെ പുറകോട്ട് തിരിഞ്ഞ് ആത്മാർത്ഥമായി ഓർക്കുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് നടത്തിയ വിധങ്ങളെ പുറകോട്ട് തിരിഞ്ഞ് ഓർക്കുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും അകം കത്തുന്ന നീ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. ഈ രാത്രി വിളിച്ചു പറ, എൻ്റെ മേൽ പകർന്ന ദൈവകൃപയ്ക്കായി നന്ദി, എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിനായി നന്ദി, എൻ്റെ മേൽ പകർന്ന ദൈവശക്തിക്കായി നന്ദി. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിക്കാൻ തിരുമേനിക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് നന്ദി. നിന്റെ വാഗ്ദത്തം നിന്റെ മേൽ പകർന്ന് ദൈവം നിന്റെ മേൽ തന്ന പദവി തിരിച്ചറിയുന്നെങ്കിൽ ഈ രാത്രി ശബ്ദം ഉയർത്തി പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ ദൈവപൈതലാണ്. ആ പദവി നേടിയ ദൈവപൈതലിനെ ആരാധിക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ട വീണ്ടും ജനിച്ച ദൈവപൈതലിന്റെ ജന്മപ്രകൃതമാണ്. അവൻ അറിയാതെ ദൈവത്തിന് ആരാധന അർപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ആറ്റ് തീരത്തേക്ക് ഒരു 5 കോഴിക്കുഞ്ഞിനെയും 5 താറാവും കുഞ്ഞുങ്ങളെയും മുട്ട അടവെച്ച് വിരിച്ചിറക്കിയിട്ട് കൊണ്ടുവന്നൊന്ന് വിട്ടാൽ കോഴിക്കുഞ്ഞുങ്ങൾ കരയിലോട്ട് ഓടിക്കയറുന്നത് കാണാം, താറാവും കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ നീന്തുന്നത് കാണാം. താറാവും കുഞ്ഞുങ്ങളെ നീന്താൻ ആരും പഠിപ്പിച്ചതല്ല. എലിയെ, ദൈവത്തിന് സ്തോത്രം, നെല്ല് പൊളിക്കാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. കുരങ്ങിനെ മരം കയറാൻ ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ജന്മപ്രകൃതമാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിച്ച എന്നെ ആരാധിക്കാൻ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ നടത്തിയ ദൈവത്തിൻ്റെ കരുതലോർത്താൽ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. ഇവിടെ ഇരിക്കുന്ന സകല പ്രിയപ്പെട്ടവരും ഒരുപോലെ പുറകോട്ട് തിരിഞ്ഞു ഓർത്തിട്ട് പറ, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ ദൈവപൈതലാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കേട്ടോ, കഴിഞ്ഞ മഴക്കാലത്ത് ഏതെങ്കിലും കാക്കച്ചുണ്ടിൽ നിന്ന് വീണ് വന്യമായി വളർന്ന അത്തി അല്ലിത്. ദൈവത്തിന് സ്തോത്രം. പ്രളയകാലത്ത് ഒഴുകിക്കയറി വന്ന് വന്യമായി വഴിവക്കിൽ വേരുറച്ച അത്തി അല്ലിത്. ഒരു ഉടമസ്ഥൻ ഇതിനെ തവാരണയിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിനെ ഒരു തടത്തിൽ നട്ടു വളർത്തിയതാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ മേൽ പകർന്ന തിരഞ്ഞെടുപ്പോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ പ്രാഗൽഭ്യമകത്തുള്ള കാഴ്ചപ്പാട് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ഈ കോൺഫറൻസിൽ വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ ദൈവപൈതലാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, ഇത് സ്ഥാനം അലങ്കരിക്കുന്ന അത്തിയാണ്. ഈ സ്ഥാനം ഇതെവിടെയാണ്? ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം. ശ്രദ്ധിക്കൂ, ഇതിന്റെ പൊസിഷൻ മുന്തിരിത്തോട്ടത്തിന് നടുക്കാണ്. പലസ്തീന്റെ പശ്ചാത്തലത്തിൽ യഹൂദിയ സാഹചര്യത്തിൽ ചിന്തിച്ചാൽ മുന്തിരി അവന്റെ സ്പിരിച്വൽ തലമാണ്, അത്തി അവന്റെ ഭൗതിക തലമാണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഭൗതികത വേരുറച്ചിരിക്കുന്നത് അവന്റെ ആത്മീയ പ്രതലത്തിന് നടുക്കാണ്. സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, എൻ്റെ ഭൗതികത വേരുറച്ചിരിക്കുന്നത് റബ്ബറിന്റെ വരുമാനത്തിലല്ല. എൻ്റെ ഭൗതിക വേരുറച്ചിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ നിലയിലല്ല. എൻ്റെ ഭൗതികത വേരുറച്ചിരിക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ മേൽ പകർന്ന ആത്മീയതയുടെ പ്രതലത്തിലാണ്. എത്ര നാൾ നീ ആത്മീയതയിൽ ബലത്തോടെ നിൽക്കുമോ അത്ര നാൾ നിന്റെ ഭൗതികതയെ ഉറപ്പിച്ചു നിർത്താൻ നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ചു സ്തോത്രം ചെയ്തിട്ട് പറയണം, കരമടിച്ചു ബോധപൂർവ്വം സ്തോത്രം ചെയ്തിട്ട് പറയണം, എൻ്റെ ഭൗതികതയെ ഉറപ്പിച്ചു നിർത്തിയ എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ അറിഞ്ഞ് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇറച്ചി തിന്നാൽ കയ്യിൽ കിട്ടിയ കൊടല് പൊട്ടിയാലും കൊടുക്കാത്ത കാക്കയുടെ ചുണ്ടിൽ ഇറച്ചി കൊടുത്തിട്ട് തലച്ചോറിനകത്ത് GPS സിസ്റ്റം പോലെ സെറ്റ് ചെയ്ത് കെരീത്തിൽ മുട്ടുമടക്കിയ ഏലിയാവിന്റെ കൈകളിലേക്ക് ഇറച്ചി കൊടുത്തു വിടത്തക്ക വിധം ആ കാക്കയുടെ തലച്ചോറിനെ നിയന്ത്രിച്ച കരമേതാണെന്ന് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കറിയാമോ? ഒരിക്കൽ കൂടെ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന നീ മുട്ടുമടക്കുന്ന ഇടത്തേക്ക് നിന്റെ വേണ്ട കരുതൽ എത്തിക്കത്തക്ക വിധത്തിൽ നിന്റെ ഭൗതിക സാഹചര്യങ്ങളെ വഴിതിരിച്ചു വിടുന്ന ദൈവകരം ഇന്ന് രാത്രിയും ഉണ്ട്
ഉണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, രക്തത്താൽ ജയം. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന രാത്രിയാണ്. അസാധാരണമായ ദൈവ നിയോഗം നിനക്ക് നേരെ ദൈവാത്മാവ് രാത്രി വ്യാപാരത്തോടെ സംസാരിക്കുന്ന രാത്രിയാണ്. തോൽക്കൊല്ലരായ ശീമോന്റെ വീട്ടിലെ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അഡ്രസ്, അവിടുന്ന് 28 കിലോമീറ്റർ അപ്പുറത്ത് പട്ടാള മേധാവിയെ കൊർന്നല്യോസിന്റെ മുറിക്കകത്ത് ഒരു ദൂതനെ വിട്ട് കൈമാറ്റം ചെയ്തവനാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടത് നീ അറിയാത്ത വഴികളിലൂടെ നിന്റെ കൺമുൻപിൽ എത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ കൃപയിൽ നിൽക്കുന്ന ഇടത്തോളം എൻ്റെ ഭൗതികത കരുതാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. അത് വിശ്വാസ കണ്ണുകളാൽ കാണുന്ന ദൈവത്തിൻ്റെ മക്കൾ, അനുഭവം പ്രാപിച്ചവർ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറ, ഇതൊരു സാധാരണ അനുഭവമല്ല. എൻ്റെ ദൈവം എന്നെ പദവി നൽകിയാക്കി ഇല്ല, എൻ്റെ ദൈവം എന്നെ സ്ഥാനം അലങ്കരിച്ചാക്കി. എൻ്റെ ഭൗതികത ഉറച്ചു നിൽക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന പ്രതലത്തിലാണ്. ഇനി മറ്റൊന്ന്, ഒരുത്തന് തന്നെ മുന്തിരിത്തോട്ടത്തിൽ, ശ്രദ്ധിക്കുക, ഉടമസ്ഥനുള്ള അത്തിയാണിത്. ഒന്ന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? എനിക്കൊരു ഉടമസ്ഥനുണ്ട് എന്ന് ബോധ്യമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? എനിക്കൊരു ഉടമസ്ഥനുണ്ട്. എൻ്റെ ഉടമസ്ഥൻ അറിയാതെ എൻ്റെ ജീവനെ തൊടാൻ പാതാള ശക്തികൾക്ക് കഴിയുകയില്ല എന്ന് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചെറിയ സ്തോത്രം പോരാ, ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയണം, എൻ്റെ ആയുസ്സിനെതിരെ ഉയരുന്ന വെല്ലുവിളികൾ പ്രബലമാണെങ്കിലും, എൻ്റെ ജീവനെതിരെ ഉയരുന്ന പോരാട്ടങ്ങൾ ശക്തമാണെങ്കിലും, കൊടുങ്കാറ്റ് പോലെ മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് ഇയ്യോബിൻ്റെ മക്കൾ പാർത്ത വീടിന് നേരെ പാഞ്ഞടുത്തതുപോലെ എൻ്റെ കുടുംബത്തെ തകർക്കേണ്ടതിന് ഉയരുന്ന കൊടുങ്കാറ്റുകൾ ശക്തമാണെങ്കിലും എൻ്റെ ജീവനെയോ എൻ്റെ വീടിനെയോ തൊടാതിരിക്കത്തക്ക വിധം എനിക്ക് ചുറ്റും വേലി കെട്ടിയ ദൈവത്തിൻ്റെ കാവൽ ഞാൻ ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ തിരിച്ചറിയുന്നു. ഇന്ന് രാത്രിയെ ബോധ്യം അകത്തു ഭരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറ, ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറ, യൂറിൻ ക്ലോസറ്റിലേക്ക് വീഴുമ്പോൾ അത് പതഞ്ഞുയർന്നാൽ അതിൻ്റെ അർത്ഥം മൈക്രോ ആൽബുമിനൂറിയയുടെ തുടക്കമാണ് എന്ന് ഇവിടുത്തെ ശാസ്ത്രം പറയുമ്പോൾ, വർഷങ്ങളായി ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിലും നിന്നെ കിഡ്നി ഡയാലിസിസിലേക്ക് പോകാൻ അനുവദിക്കാതെ നിന്റെ ആരോഗ്യത്തെ പിടിച്ചു നിർത്തിയ ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ആത്മാവിൽ പറയണം, അനർത്ഥങ്ങൾ പലതും ജീവന് നേരെ ഉയർന്നിട്ടും, പറ ശബ്ദമുയരട്ടെ, അനർത്ഥങ്ങൾ പലതും ജീവന് നേരെ ഉയർന്നിട്ടും, മരണദൂതന്റെ തണുത്ത കരം തലോടാൻ സമയം അടുത്തിട്ടും, ആയുസ്സിനെതിരെ വെല്ലുവിളി ശക്തമായിട്ടും എൻ്റെ ദൈവം എൻ്റെ ആയുസ്സിനെ തൊടാൻ അനുവദിക്കാതെ ഇന്ന് രാത്രിയും ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവവചനം കേൾക്കാൻ എൻ്റെ ദൈവം എനിക്ക് ബലം പകർന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എനിക്കൊരു ഉടമസ്ഥൻ ഉള്ളത് കൊണ്ടാണ് എന്ന ബോധ്യം അകത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി സ്തോത്രം ചെയ്യുക മാത്രമല്ല, അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളോട് പ്രവചന നിയോഗത്തോടെ സംസാരിക്കുന്നു. ഇതിനു മുൻപേ ഇവിടുന്ന് കടന്നു പോകേണ്ട സമയം അതിക്രമിച്ചെങ്കിലും നിന്റെ ജീവന് നേരെ കണിവെച്ച അനർത്ഥങ്ങളെ നീ അറിയാതെ അഴിച്ചു മാറ്റിയിട്ട് ഇന്ന് രാത്രിയും ആരോഗ്യത്തോടെ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം വന്ന പകർന്ന കൃപ കൊണ്ടാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ ദൈവം എനിക്ക് ഒരു ഉടമസ്ഥാവകാശത്തിന് സുരക്ഷിതത്വം നൽകിയിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ സമയമില്ലാതെ വരാം. റാന്നിക്കാർ പലരും ഇതിനകത്തുണ്ട്. ഞാൻ ഒരിക്കൽ 65-ലധികം രാത്രികൾ കണ്ടിന്യൂസ് ആയി പ്രസംഗിച്ചു വരുന്നു. അന്ന് രാത്രിയിൽ മല്ലപ്പള്ളി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ പ്രസംഗിക്കണം. രാവിലെ സമയം എൻ്റെ ഫെയ്ത്ത് ഹോമിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ വീട്ടിൽ വരെ പോയി കൃഷിക്കാരെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വരണം. ഞാൻ ബൈക്കിന് അവിടെ നിന്ന് യാത്രയായി. ബൈക്ക് അതിവേഗം റാന്നി വലികാവ് റൂട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. കടവുപുഴ എന്നൊരു ഭാഗത്ത് ഈ ബൈക്കെത്തി. നേരെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിർവശത്ത് ഞാൻ കാണുന്നു ഒരു ലോറി താഴേക്കിറങ്ങി വരുന്നു. അതിൻ്റെ പുറകിൽ തടിക്കഷണങ്ങൾ വാരിയിട്ട് കെട്ടിയിട്ടുണ്ട്. ഒരു വശത്ത് കാനയാണ്, ഒരു വശത്തു കൂടെ ലോറി വരുന്നത് കൊണ്ട് ഞാൻ സൈഡിലേക്ക് വണ്ടി ഒതുക്കി. പെട്ടെന്ന് ഞാൻ കാണുന്നു ഈ ലോറിയുടെ പുറകിൽ നിന്നും ഒരു തടിക്കഷണം ബൈക്കിൽ ഊർന്നിറങ്ങുകയാണ്.
അത് വഴിയുടെ സൈഡിലേക്ക് നീണ്ടുവരുന്നു. എനിക്ക് ഒരു വശത്തേക്ക് പോകണമെങ്കിൽ കാനയിൽ ചാടണം. ബൈക്ക് നീങ്ങുകയാണ്. പെട്ടെന്ന് ആ തടിക്കഷണം എൻ്റെ നെറ്റിക്ക് നേരെ അടുത്തു. എന്നെ ആലല പോലെ വിറച്ചു. ഈ തടിക്കഷണം എങ്ങനെയോ ഒഴിഞ്ഞുപോയി. എൻ്റെ തല തകർക്കേണ്ടതായിരുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ ഫെയ്ത്ത് ഹോമിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം നടന്നു. എന്നെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ഞാനൊരു വസ്തുത പറയട്ടെ. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ, മുണ്ടക്കയം പൈക സ്വദേശിയായ ഒരു കർത്തൃദാസൻ ചില മിനിറ്റുകൾക്ക് മുൻപ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഈ വാതുക്കൽ മുട്ടിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഗാഠമായി ഉറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു. എഴുന്നേറ്റിരുന്ന് പാസ്റ്റർ രാജു മേത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാവിലെ 10 മണിക്ക് അദ്ദേഹത്തെ തകർക്കത്തക്ക വിധം ഒരു അനർത്ഥം വരുന്നു. നീ രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത് ഹോമിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ഇദ്ദേഹം ഫെയ്ത്ത് ഹോമിൽ കയറി വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ അപകടത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരുപറ്റം ദൈവദാസന്മാരും ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളും ഇതിനകത്തിരിപ്പുണ്ട്. നിനക്ക് പ്രാർത്ഥിക്കാൻ ആരോഗ്യമില്ലാത്ത, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്ത, നീ ഏകാന്തതയിൽ പോരാട്ടത്തെ അഭിമുഖീകരിക്കുന്ന സമയം നിനക്കറിയാൻ കഴിയാത്ത ചില വ്യക്തികളെ പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽപ്പിച്ച് നിന്റെ ജീവന് നേരെ ഉയരുന്ന അപകടങ്ങളെ ഒഴിച്ചു മാറ്റി ആരോഗ്യത്തോടെ ഇന്ന് രാത്രിയും നിന്റെ ജീവന് സുരക്ഷിതത്വം നൽകിയ എൻ്റെ ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുന്ന ഒരാൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്ന ദൈവശബ്ദമാണ്. നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന് നേരെ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള ദൈവാധികാരം ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവിൽ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ദൈവത്തിന് മഹത്വമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ദൈവദാസന്മാരെ, നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കെതിരെ വാദിച്ചു നിൽക്കുന്നതിലെ അവകാശവാദങ്ങൾ, ഉയർന്നു നിൽക്കുന്നതിലെ പോരാട്ടങ്ങൾക്ക് നടുവിൽ നിന്റെ ജീവന്റെ മേൽ കൈവെക്കാൻ അത് അടുക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അതിനെ അഴിച്ചു മാറ്റാൻ നീ അറിയാത്ത ചില മേഖലകളിൽ നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് നിനക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് ആ അനർത്ഥങ്ങളെ ഒഴിവാക്കുന്ന ഒരു കരം ഇതിനകത്ത് ഉയർന്നു നിൽക്കുന്നു. അത് സാധാരണ കരമല്ല. നിനക്കൊരു ഉടമസ്ഥനുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, എനിക്കൊരു ഉടമസ്ഥനുള്ളത് കൊണ്ടാണ് ഈ രാത്രി ഞാൻ സുരക്ഷിതമായി ഇവിടെ ഇരിക്കുന്നത്. ഓർക്കൂ ഈ അത്തിയെ കുറിച്ച്. ഒന്ന്, ഈ അത്തിക്ക് ഒരു പദവിയുണ്ട്. 2, അത്തിക്ക് ഒരു സ്ഥാനമുണ്ട്. അത്തിക്ക് ഒരു ഉടമസ്ഥനുണ്ട്. തീർന്നില്ല, ഈ അത്തിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ് അത്തിയുടെ ഉത്തരവാദിത്തം? അത്തിയുടെ ഉത്തരവാദിത്തം ഇല വലുതാക്കുക എന്നതല്ല. അത്തിയുടെ ഉത്തരവാദിത്തം ഫലം കായ്ക്കുക എന്നുള്ളതാണ്. സ്തോത്രം. 1-ാം വർഷം വന്നു, ഫലം ഇല്ല. 2-ാം വർഷം വന്നു, ഫലം ഇല്ല. 3-ാം വർഷം വന്നു, ഫലമില്ല. സ്തോത്രം. 3-ാം വർഷം ഫലമില്ലാതെ കണ്ടപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞു, വെട്ടിക്കള. എന്തിന്? ഇത് നിലത്തെ നിഷ്ഫലമാക്കണം. ഉടനെ തോട്ടക്കാരൻ ഇടയ്ക്കോട്ട് നിന്ന് പറയുകയാണ്, കർത്താവേ, 1 ആണ്ട് കൂടെ നിൽക്കട്ടെ, ഞാനിതിനെ കിളച്ചു വളമിടാം. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ന്യായവിധിയുടെ കരം നിന്റെ ജീവന് നേരെ പലവട്ടം ഉയർന്നതാണ്. നിന്റെ ആയുസ്സിനെ വെട്ടിക്കളയത്തക്ക വിധത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടതാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന പ്രവചന ശബ്ദമായി കാതിൽ മുഴങ്ങട്ടെ ഈ ദൂത്. നിന്റെ ജീവന് നേരെ പല പോരാട്ടങ്ങൾ, ആയുസ്സിന് നേരെ മരണത്തിൻ്റെ അവകാശവാദങ്ങൾ ഉയർന്നതാണ്. എന്നാൽ തൊടാൻ അനുവദിക്കാഞ്ഞത് നിനക്ക് കിളച്ചു വളമിട്ട ഒരു കരം നിന്റെ ജീവന്റെ പുറകിലുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ഇതിനകത്തുണ്ടോ? നീ സഹായാവസ്ഥയിൽ നീ നിലവിളിച്ച നിലവിളിക്ക് മുൻപിൽ നിനക്ക്
നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയണം, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ രക്തത്തിൻ്റെ പ്രതിരോധ ശേഷി കൊണ്ടല്ല, എൻ്റെ ആരോഗ്യത്തിൻ്റെ കഴിവ് കൊണ്ടല്ല, അത് റൊട്ടീൻ ചെക്കപ്പിൽ കണ്ടെത്തിയ അതേ സ്ഥലം കൊണ്ടല്ല, എൻ്റെ മേൽ പകർന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, അവിടുത്തെ സന്നിധിയിൽ ഞാൻ നിലവിളിച്ച നിലവിളിക്ക് മുൻപിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഇടപെട്ട ദൈവത്തിൻ്റെ കരുതൽ കണ്ണുകൾ കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് വിളിച്ചു പറയുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് പറയുന്നു, നിന്റെ ആയുസ്സിനെതിരെ ഉന്നം വെച്ചുകൊണ്ട് നിനക്കെതിരെ കോടാലി പലവട്ടം ഉയർന്നപ്പോഴും അതിനെ തട്ടി മാറ്റിയ ഒരു കരം നിനക്ക് കിളച്ചു വളമിട്ടത് കൊണ്ടാണ് ഇവിടെ നീ ഇരുന്ന് സ്തോത്രത്തോടെ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് ബോധ്യം അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഇടം വലം നോക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയണം, എനിക്ക് കിളച്ചു വളമിട്ട കരത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം പറയട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആ ആക്സിഡന്റ് നിനക്ക് വന്നപ്പോൾ കേട്ടോ, ആ ആക്സിഡന്റ് നിനക്ക് വന്നപ്പോൾ നിന്റെ ശരീരം തകർന്ന്, നിന്റെ നട്ടെല്ല് തകർന്ന്, നീ ഒരു വിറക് കഷണം പോലെ കട്ടിലിൽ കിടക്കേണ്ടവനാണ്. എന്നാൽ ജീവനെ തൊടാൻ അനുവദിക്കാതെ ഇന്ന് രാത്രിയും ആരോഗ്യത്തോടെ കടന്നു വന്ന് ദൈവത്തിന് മഹത്വമർപ്പിക്കത്തക്ക വിധത്തിൽ നിന്റെ കൈകാലുകൾക്ക് ബലം നൽകിയത് ദൈവം നിനക്ക് കിളച്ചു വളമിട്ടതാണ് എന്ന് ഈ രാത്രി ദൈവത്തിന് ആത്മാവ് നിയോഗത്തോടെ സംസാരിക്കുകയാണ്. അർദ്ധരാത്രി യാമത്തിങ്കൽ നിന്റെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്ന് നിന്റെ ശരീരത്തിൽ രക്തധമനികൾ തകരാൻ തുടങ്ങിയപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് ആശുപത്രിയിലെത്തി ഒരു സ്റ്റെൻഡിങ്ങിന്റെ സഹായത്തോടെ നീ ഇന്ന് രാത്രി ജീവനോട് ഇവിടെ കടന്നു വന്നിരുന്ന് കരമടിച്ചു ദൈവത്തെ ആരാധിക്കുന്നത് നിന്റെ കഴിവിന്റെ കൂടുതൽ കൊണ്ടല്ല, നിനക്ക് കിളച്ചു വളമിടാൻ ഒരു കരം പുറകിൽ ഉയർന്നത് കൊണ്ടാണ്. അതിന്ന് രാത്രി ആത്മാവിൽ കാണുന്ന എത്ര പേർ ഈ രാത്രി യോഗത്തിനകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാഞ്ഞത് നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടതാ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. ദൈവത്തിന് ആത്മാവിൽ രാത്രി ചില വ്യക്തികളോട് നിയോഗത്തോടെ സംസാരിക്കുന്നു. ആയുസ്സിനെതിരെ ഉയർന്ന ചില വെല്ലുവിളികൾ നിന്റെ ജീവനെ കൊണ്ട് പോകേണ്ട സമയത്ത് കണ്ണേൽ കൊള്ളാനുള്ളത് പുരിയത്തേൽ കൊണ്ടു മാറിയതിൻ്റെ കാരണം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഗ്രൗണ്ടിലിരുന്ന് ലജ്ജ കൂടാതെ എൻ്റെ ദൈവത്തെ ആരാധിച്ചിട്ട് വിളിച്ചു പറയണം, എൻ്റെ മേൽ പകർന്ന ദൈവകൃപയ്ക്കായി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇത് സാധാരണ കരമല്ല, ഇതൊരു സാധാരണ കരമല്ല, എൻ്റെ കിളച്ചു വളമിട്ട കരമാ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ചില ശരീരങ്ങളുടെ മേൽ ശക്തമായി ഇന്ന് രാത്രിയിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് ചില കണ്ണുകളെ തുറച്ചു വയ്ക്കുന്ന രാത്രിയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ദൈവശക്തി നിനക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ചലനമുള്ള അധരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. ശരീരത്തിനെതിരെ പ്രബലമാകാമായിരുന്ന ആ ബലഹീനത, നേർവസ് സിസ്റ്റത്തെ തകർക്കാമായിരുന്ന ആ ബലഹീനത, നട്ടെല്ലിന്റെ ഘടനയെ ബന്ധിക്കാമായിരുന്ന ആ ബലഹീനത ഈ രാത്രി പറയട്ടെ, നിന്റെ പ്രായത്തിൽപ്പെട്ട പല പ്രിയപ്പെട്ടവർക്കും തുടക്കം കുറിച്ച ആ ബലഹീനത അവരുടെ ശരീരത്തിന്റെ ഘടനയെ തകർത്ത് അവരെ കാഴ്ച വസ്തുവാക്കി മാറ്റി സ്തോത്രമെന്ന് മൊത്തം പറയാൻ കഴിയാതെ സ്തോത്രമെന്ന് മാത്രം പറയത്തക്ക വിധം നാവിനെ തകർത്ത് കഴിഞ്ഞ് പലരും കാഴ്ച വസ്തുക്കളായി കിടക്കുമ്പോൾ ആരോഗ്യത്തോടെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിനക്ക് ബലം നൽകിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിനക്ക് കിളച്ചു വളമിടാൻ ഒരു കരമുണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എനിക്ക് കിളച്ചു വളമിട്ട ഒരു കരത്തെ ഞാൻ വിശ്വാസ കണ്ണുകളാൽ കാണുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ അത്തി കിളച്ചു വളമിടിയിൽ ഏറ്റെടുത്ത അത്തിയാണ്. അതിന് ഒരു സമയം പ്ലാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എന്താ സമയം? ഒരാണ്ടുകൂടെ മാത്രം. ഒരാണ്ടിനുള്ളിൽ ക്ലോക്ക് അവസാനിക്കാൻ പോവുകയാണ്. 2024 പടികടന്ന് പോകാൻ പരിമിത ദിവസങ്ങൾ മാത്രം കൺമുൻപിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളുടെ ചിലരോട് വ്യക്തമായി ഇടപെടുന്നു. ഓർക്കുക, ഇതൊരു സാധാരണ രാത്രിയോഗമായി കരുതരുത്. കർത്താവേ, എനിക്ക് കിളച്ചു വളമിട്ടതിന് ശേഷം
എന്റെ ഉത്തരവാദിത്വത്തിന്റെ മുൻപിൽ അങ്ങയുടെ ശബ്ദമുയരുകയാണ്. ഒരാണ്ടുകൂടെ മാത്രം. മറക്കരുത്, സമയം നിശ്ചയിക്കപ്പെട്ട അത്തിയാണിത്. നമ്മളൊക്കെ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മൾ സാധാരണ ചിന്തിക്കും, അടുത്ത കാലത്തെങ്ങും ഞാൻ ഇവിടുന്ന് പോവുകയില്ല അല്ലേ? ഇടത്തിരിക്കുന്ന ആളും പോക്ക, വലത്തിരിക്കുന്ന ആളും പോക്ക, പുറകിലിരിക്കുന്ന കൊച്ചനും പോക്ക, കൊച്ചമ്മയും പോക്ക, ഞാൻ മാത്രം ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എത്ര നാൾ ഇവിടെ ഉണ്ടായിരിക്കും? പരിമിത നാളുകൾ കൊണ്ട് നമ്മുടെ ഓട്ടം ഇവിടെ അവസാനിക്കണം. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ശവമടക്കിൽ ഞാൻ ദൈവവചനം പ്രസംഗിക്കായിരുന്നു. പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മൊബൈലിൽ ഒരു മെസ്സേജ്. എൻ്റെ മറ്റൊരു ബന്ധു എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ലൈവിലൂടെ അത് കേട്ടിട്ട്, മരണം, മരണാനന്തര ജീവിതം, പുനരുത്ഥാനം, പുനരുത്ഥാന ശരീരത്തിൻ്റെ സ്വഭാവം, പുനരുത്ഥാന സത്യമോ മിഥ്യയോ, ഈ വസ്തുതകൾ കേട്ടപ്പോൾ അതെ, പെന്തക്കോസ്തുകാരനല്ലാത്ത, വീണ്ടും ജനിക്കാത്ത ആ സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു. പാസ്റ്റർ രാജു, അഭിമാനമുണ്ട്, നന്നായി ശ്രദ്ധിച്ചു, വളരെ ചിന്തിക്കേണ്ടതാണ്. ഇനിയും മുതൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. പക്ഷേ അന്ന് രാത്രി ഉറങ്ങി രാവിലെ ഉണർന്നു, മെസ്സേജ് കിട്ടി. മറ്റൊന്നുമല്ല, എൻ്റെ വാത്സല്യ സഹോദരൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. തലേ ദിവസം എൻ്റെ മറ്റൊരു സഹോദരൻ്റെ ഭൗതിക ശരീരത്തിന് മുൻപിൽ നിന്ന് ഞാൻ പിറ്റേ ദിവസം തലേ ദിവസത്തെ ശവസംസ്കാരത്തെക്കുറിച്ചുള്ള സന്ദേശം കേട്ട് കൺഗ്രാജുലേഷൻ അറിയിച്ച പ്രിയപ്പെട്ടവൻ്റെ ഡെഡ് ബോഡിക്ക് മുൻപിൽ നിൽക്കേണ്ടി വന്നു. ഞാൻ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര നാൾ ഇവിടെയുണ്ട്? എത്ര നാൾ ഇവിടെയുണ്ട്? എന്നാൽ ഇന്ന് രാത്രി ഞാൻ കിടക്കുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ, എൻ്റെ കണ്ണ് തുറന്നാൽ ഞാൻ നിത്യതയിലായിരിക്കും എന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ, നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയണം, ഇന്ന് രാത്രി യോഗം പിരിയുന്നതിന് മുൻപ് വെട്ടേറ്റ് വീഴാതിരിപ്പാൻ ഞാൻ എന്നെ നിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ജനത്തോട് ഇത് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾക്ക് അത്തിയുടെ ഫലം തരുന്ന പ്രക്രിയ പോലെയുള്ള സമയം അനുവദിച്ചു. പക്ഷേ വെട്ടിക്കളയുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. നിങ്ങൾ ഓർക്കണം, ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉൾക്കിടിലത്തോടുകൂടെയാണിത് പറയുന്നത്. കാരണം ഈ ജനത്തോട് കർത്താവ് സംസാരിക്കുമ്പോൾ AD 70 സംഭവിച്ചത് ഈ വചനത്തോട് നിങ്ങൾ ചേർത്ത് നിർത്തണം. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ടൈറ്റസിന്റെ സൈന്യം യെരുശലേമിന് നേരെ വന്നു. എന്തിന്? 13,56,000 അരിഞ്ഞു വീഴ്ത്തി. എന്നെ അതിൽ ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ട്. ടൈറ്റസിന്റെ സൈന്യത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ജോസീഫസ് എന്ന എഴുത്തുകാരൻ ആന്റിക്വിറ്റേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ കുറിച്ചിരിക്കുന്ന ചില വരികളുണ്ട്. സൈന്യം അന്തോണിയ കോട്ടയോട് അടുത്തു. അമ്പരചുംബിയായി അതിമനോഹരമായി കനക കൊട്ടാരം പോലെ, തങ്ക കുടക്കെട്ടിടം പോലെ ഉയർന്നിൽക്കുന്ന യെരുശലേം ദൈവാലയം എൻ്റെ പിടിച്ചടക്കലിൻ്റെ സ്ഥിര സ്മാരകമാക്കണം എന്ന് ടൈറ്റസ് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്ക് താൻ ആജ്ഞ കൊടുത്തു, കത്തിച്ച് ചാമ്പലാക്കരുത്, ഈ കെട്ടിടം എൻ്റെ പിടിച്ചടക്കലിൻ്റെ സ്ഥിര സ്മാരകമാക്കണം. പക്ഷേ എരിവുകാർ, എസേന്യർ, കഠാരക്കാർ ഇവർ അകത്തുണ്ടായിരുന്നത് കൊണ്ട് വിപ്ലവകാരികൾ ഇതിനകത്ത് പതുങ്ങിയിരുന്നു. ഒരു പടയാളി അറിയാതെ ഒരരക്കുപന്തം കയ്യിലെടുത്തുനിന്ന് ചുഴറ്റിയെറിഞ്ഞു. ആ അരക്കുപന്തം പറന്നു പറ്റിയത് യഹോവയ്ക്ക് വിശുദ്ധം എന്ന് കുറിച്ചിരിക്കുന്ന മകുടത്തടിയിൽ ഒരു ദേവദാരു ഫലകത്തിലായിരുന്നു. അത് കത്തുന്നത് കണ്ടുകൊണ്ട് ടൈറ്റസ് പറഞ്ഞു, തീകെടുത്ത്. സൈന്യം തീകെടുത്താൻ ദേവാലയത്തിന് മുകളിലേക്കുള്ള കാവൽ ഗോപുരത്തിലൂടെ ഓടിക്കയറുമ്പോൾ, ഓടിക്കയറിയ സൈന്യത്തിന്മേൽ ദേവാലയത്തിനകത്ത് നിന്ന് ആക്രമണം ആരംഭിച്ചു. അതോടുകൂടെ സൈന്യം തിരിച്ചാക്രമിച്ചു. ദേവാലയത്തിന്റെ നടുമുറ്റത്ത് 5000-ഓളം ശവങ്ങൾ ചിതറി. നിങ്ങൾ ഓർക്കണം, പിൻവലിഞ്ഞ സൈന്യം തീപ്പന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എറിയുമ്പോൾ ടൈറ്റസ് നിലവിളിച്ചുകൊണ്ട് വസ്ത്രം വലിച്ചു കീറി ഉടവാൾ വലിച്ചെറിഞ്ഞിട്ട്
ദേവാലയത്തിന് നടുമുറ്റത്ത് മുട്ടുകുത്തി നിന്ന് 2 കൈകളും ഉയർത്തിപ്പറഞ്ഞൊരു വാക്ക് ജോസീഫസ് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ പറഞ്ഞത്? അയ്യോ ദൈവമേ, നശിപ്പിക്കരുത് എന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എന്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാണ് ജയിച്ചത്. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ആരൊക്കെ ഇടിക്കരുതെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം ഇടിക്കാൻ കരമുയർത്തിയാൽ പണിയാൻ കഴിവുള്ള ഒരുത്തനും ഇവിടെയില്ല. എന്നാൽ എൻ്റെ ദൈവം പണിയാൻ കരമുയർത്തിയാൽ ഇടിക്കാൻ കഴിവുള്ള ഒരുത്തനും ഇവിടെയില്ല എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ 2 കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് രക്തത്താൽ ജയം. ശബ്ദം ഉയരട്ടെ. ഇടം വലം ഇരിക്കുന്നവരെ മറന്നുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ മേൽ കോടാലി വീഴാതെ ഫലം കായ്ക്കാൻ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ 2 കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഇടം വലം ഇരിക്കുന്നവരെ ശ്രദ്ധിക്കാതെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ, കരമുയർത്തി പ്രാർത്ഥിച്ചേ. എൻ്റെ പിൻപിലിരിക്കുന്ന അഭിഷിക്തന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയിൽ ഈ രാത്രി ആത്മാവിൽ ഉയരണം. ദൈവാത്മാവ് ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ്. ഇതാ പദവി പ്രാപിച്ച ഈ അത്തി, സ്ഥാനം അലങ്കരിക്കുന്ന ഈ അത്തി, മറക്കരുത്, സ്ഥാനം അലങ്കരിക്കുന്ന ഈ അത്തി, ഉടമസ്ഥനുള്ള ഈ അത്തി, ഉത്തരവാദിത്വമുള്ള ഈ അത്തി, ദിവസങ്ങൾ നിർണയിക്കപ്പെട്ട ഈ അത്തി, ചുമതല ഏറ്റെടുത്ത ഈ അത്തി ഫലം കായ്ക്കാതെ തുടരുന്നത് കൊണ്ട് വെട്ടേറ്റ് വീഴാൻ തുടങ്ങുമ്പോൾ ഇന്ന് രാത്രി കർത്താവേ, ഫലം കായ്ക്കത്തക്ക വിധം എൻ്റെ മേൽ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ 2 കരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് എഴുന്നേറ്റു നിന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. വേദപുസ്തകമൊക്കെ നിങ്ങൾ ആ സീറ്റിലേക്കൊന്ന് വെച്ചിട്ട് ആ 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദമുയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടത് കൊണ്ട് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്ക്, കരമുയർത്തി പ്രാർത്ഥിക്ക്, കരമുയർത്തി പ്രാർത്ഥിക്ക്. ആ ആക്സിഡന്റ് ജീവന് നേരെ വന്നപ്പോൾ അത് ആയുസിനെയും കൊണ്ട് പോകാഞ്ഞത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം എനിക്ക് കഥ കിളച്ചു വളമിട്ടത് കൊണ്ട്. ആ കോവിഡിന്റെ രക്തധമനികളെ ബാധിച്ചപ്പോൾ, എൻ്റെ ശ്വാസകോശത്തിന്മേൽ പിടിമുറുക്കിയപ്പോൾ എൻ്റെ ജീവനെ തൊടാതിരുന്നത് അവിടുന്ന് എനിക്ക് കിളച്ചു വളമിട്ടത് കൊണ്ട്. പറഞ്ഞാട്ടെ, ആ ക്യാൻസർ രോഗത്തിന്റെ തുടക്കം എൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷമായപ്പോൾ അതിൻ്റെ ജീവനെ കൊണ്ട് പോകാഞ്ഞത് അവിടുന്ന് എനിക്ക് കിളച്ചു വളമിട്ടത് കൊണ്ട്. ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസറായി മാറാഞ്ഞത് എനിക്ക് അവിടുന്ന് കിളച്ചു വളമിട്ടത് കൊണ്ട്. ദൈവാത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികളോട് പറയുന്നു, ആ ഹൃദ്രോഗം നിന്റെ ജീവനെ എടുക്കാഞ്ഞത് എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടത് കൊണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആ ആന്തരിക അവയവങ്ങളുടെ ബലഹീനത നിന്റെ ആയുസിനെ ഇടയ്ക്ക് മുറിക്കാഞ്ഞത് എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയെ കരമുയർത്തിയിട്ട് പറയണം, ലജ്ജ വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ ആ കരമുയർത്തിയിട്ട് പറയണം, എന്നെ ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ തരികയാണ്. കിളച്ചു വളമിട്ട ഞാൻ, അതെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഞാൻ, ഫലങ്ങൾ പുറപ്പെടുവിക്കാതിരുന്നാൽ എൻ്റെ നേരെ കോടാലി ഉയരും എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഇന്ന് രാത്രി എന്നെ തരികയാണ്. എനിക്ക് ഫലം പുറപ്പെടുവിക്കണം കർത്താവേ എന്ന് കൊതിക്കുന്നെങ്കിൽ ആ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി വാ തുറന്ന് ലജ്ജ കൂടാതെ യേശുവേ എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമോ? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയാം, നിനക്ക് വേണ്ടി അസാധാരണമായി കരുതാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ്. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി അസാധാരണമായി കരുതാൻ അവിടുത്തെ കരം ഇന്ന് രാത്രിയും ശക്തമാണ്. ഏതൊക്കെ കരങ്ങൾ നിന്റെ പുറകിൽ പുറകോട്ട് വലിയപ്പെട്ടാലും, നീ കരുതുമെന്ന് പ്രതീക്ഷിച്ച പലരും നിന്റെ മുൻപിൽ നിന്ന് കൈവലിച്ചാലും, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, മുട്ടുമടക്കി കരയുന്ന നിനക്ക് വേണ്ടി അറിയാത്ത കരുതൽ നിന്റെ കൈകളിൽ എത്തിക്കാൻ ആ കരത്തിന് ഇന്ന് രാത്രിയും ശക്തിയുണ്ട്. അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ഈ രാത്രി ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കട്ടെ. ഒരിക്കൽ കൂടെ പ്രവചന നിയോഗം പോലെ ഈ രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ മുൻപ് ഞാൻ വിളിച്ചു പറയാം, ഏതൊക്കെ കരങ്ങൾ നിന്നിൽ നിന്ന് പുറകോട്ട് വലിഞ്ഞാലും, നീ പ്രതീക്ഷിക്കുന്ന ഏതൊക്കെ വ്യക്തികൾ നിന്നെ കരുതുമെന്ന് നീ പ്രതീക്ഷിച്ച ഇടത്ത് കൈകൾ പുറകോട്ട് വലിച്ചാലും, നീ
നിലവിട്ടൊന്ന് നിലവിളിച്ചാൽ നിനക്ക് വേണ്ടി ഒരു കരുതൽ നിന്റെ വീടിന്റെ വാതിക്കൽ എത്തിക്കാൻ നീ സേവിക്കുന്ന ദൈവം ഇന്ന് രാത്രി ശക്തനാണ്. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, വെറുതെയല്ല നിന്നെ ഇവിടെ സ്വർഗം കൊണ്ടുവന്നത്. അസാധാരണമായ ദൈവ നിയോഗം നിന്റെ മേൽ രാത്രി ദൈവാത്മാവ് പകരുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി ശക്തമായി വിളിച്ചു പറയുന്നു, ഒന്ന് നിലവിട്ട് നിലവിളിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ അവൻ ശക്തനാണ്. അസാധാരണമായ ദൈവ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ അവിടുന്ന് ശക്തനാണ്. ഒറ്റ കാര്യം, അനുദപിക്കാൻ ദൈവം തന്ന അവസരം അവഗണിക്കരുത്. ഗ്ലോറി, ഹല്ലേലൂയ. പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, കല്ല് പൊട്ടിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, ഭർത്താവ് ഹൃദയാഘാതത്താൽ മരിച്ച വിധവയായ സാധു സ്ത്രീ നിഷ്കളങ്കമായ പ്രാർത്ഥനയുടെ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞൊരു സംഭവം, ആ അമ്മയുടെ വാക്കുകൾ പലപ്പോഴും ഹൃദയത്തെ സ്പർശിക്കാറുണ്ട്. തന്റെ ഏക മകൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു വന്നപ്പോ ഷൂസ് കീറിപ്പോയി. അമ്മയോട് പറഞ്ഞു, അമ്മേ എന്റെ ഷൂസ് കീറിപ്പോയി, എനിക്കൊരു പുതിയ ഷൂസ് വേണം. അമ്മ പറഞ്ഞു, മോനെ ഇപ്പൊ പൈസ ഇല്ല, ഉള്ളത് തയ്ച്ചു കൊണ്ടുപോയാൽ മതി. ആ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോയാ യേശു എനിക്ക് ഷൂസ് തരും. അമ്മയുടെ മറുപടി, ഭൂമിയിലെ കോടിക്കണക്കിന് ആളുകളുടെ പ്രശ്നം തീർക്കാൻ ഓടി നടക്കുന്നതിനിടയിൽ നിനക്ക് ഷൂസ് വാങ്ങിക്കാനാണ് യേശുവിന് നേരം. ആ കുഞ്ഞ് കിടക്കാൻ നേരത്ത് കട്ടിലോട്ട് കയറി മുട്ടുകുത്തി രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ എന്റെ കൂട്ടുകാരനെ കളിയാക്കുന്നു, എനിക്കൊരു ഷൂസ് വേണം. ആമേൻ. 1-ാം ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞു. 2-3 പ്രാർത്ഥന തുടരുകയാണ്. 3-ാം പക്കം പ്രാർത്ഥന കഴിഞ്ഞ് കുഞ്ഞ് കടന്നു. ഒരു കാറ് വീടിന്റെ ചെറ്റക്കുടലിന്റെ വാതിക്കൽ വന്ന് നിർത്തി. അതിനകത്ത് നിറങ്ങി വന്ന തൊട്ടടുത്തുള്ള ഒരു ധനാഢ്യനായ മനുഷ്യൻ ഒരു കവർ കൈമാറിയിട്ട് പറഞ്ഞു, സ്തോത്രം, എന്റെ മോന് വാങ്ങിച്ചൊരു ഷൂസാണ്. വാങ്ങിച്ചോണ്ട് വന്നപ്പോ ഇട്ട് നോക്കിയപ്പോഴാ തേരത്തില്ലെന്ന് മനസ്സിലായത്. തിരിച്ചു കൊണ്ട് കൊടുക്കാൻ തയ്യാറായില്ല. നിങ്ങളുടെ മോന് വേണേലെടുത്തു, സ്തോത്രം എന്ന് പറഞ്ഞ് കവർ കൊടുത്തിട്ട് പോയി. അമ്മ ആ കവർ പൊട്ടിച്ച് ഇവന്റെ കൺമുൻപിൽ ഇങ്ങനെ കാണത്തക്ക വിധത്തിൽ, എഴുന്നേറ്റ് വരുമ്പോ കാണത്തക്ക വിധത്തിൽ കൺമുൻപിൽ വെച്ചേച്ച് രാത്രി കടന്നുറങ്ങി. രാവിലെ കണ്ണ് തിരുമ്മി തുറന്ന് നോക്കിയപ്പോൾ മുൻപിൽ ഷൂസ്. ചാടിക്കയറി ഷൂസ് എടുത്ത് കാലയിലോട്ടിട്ടു. ഇട്ടപ്പോൾ വരച്ചു വെച്ചതുപോലെ കൃത്യ അളവ്. അടുക്കളയിലോട്ട് ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞൊരു വാക്ക് ആ അമ്മ പറഞ്ഞു, മമ്മി എനിക്ക് ഷൂസ് വേണമെന്ന് മാത്രമല്ല, എന്റെ കാലിന്റെ അളവ് പോലും എന്റെ യേശുവിന് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നീ ഒന്ന് നിലവിളിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ശക്തനായവന്റെ കരം ഇന്ന് രാത്രി നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒരു ചോദ്യം ദൈവാത്മാവി രാത്രി ചോദിക്കുന്നു, ഈ രാത്രി ഫലം കായ്ക്കാതെ കോടാലിക്കിരയാകാനാണോ ആഗ്രഹം, അതോ ഫലം കായ്ക്കാനാണോ? ആ 2 കൈകളും കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് കാൽവറിയിൽ സ്വന്തം തോളിന്മേൽ തലചായിച്ചുകൊണ്ട് ജീവനെ ദൈവകരങ്ങളിൽ കൈമാറി എനിക്കും നിനക്ക് വേണ്ടി വീണ്ടെടുപ്പ് വിലയായി യാഗമായി തീർന്ന ദൈവകുമാരനിലേക്ക് ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫലം കായ്ക്കാൻ ഈ കോൺഫറൻസിൽ എന്നെ നിങ്ങൾ കൈമാറുന്ന കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ആ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവരായി, വിലാവ് കുത്തിപ്പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുനിനമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി രക്തത്തിൽ കുളിച്ചു പിടയുന്ന ദൈവകുമാരനിലേക്ക് ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് ഇനിയും ശിഷ്ടമുള്ള ആയുസിന്റെ ദിനങ്ങൾ വെട്ടേറ്റ് വീഴാതെ ഞാൻ ഫലം കായ്ക്കാൻ സജ്ജമാകുകയാണ് എന്നാഗ്രഹിക്കുന്നെങ്കിൽ നമുക്കൊന്ന് ചേർന്ന് പാടാം. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കരുതേ. രാത്രി മറക്കരുത്, ദൈവം നിന്റെ ആയുസ്സിൽ ചെയ്ത പല നന്മകളും ഫലം കായ്ക്കാനുള്ള കിളച്ചു വളമിടിയിലാണ്.
ഞാൻ നിയോഗത്തോടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് അവസാന കുത്തിടുന്നു. ഈ മണ്ണിൽ നിന്നെ എത്തിച്ചത്, നീ പ്രതീക്ഷിക്കാത്ത നന്മകൾ നിന്റെ കൈകളിൽ തന്നത്, സുഖകരമായി ജീവിക്കാൻ സാധ്യത ഒരുക്കിയത് അവിടുന്ന് നിനക്ക് കിളച്ചു വളമിടുകയായിരുന്നു. ഈ കിളച്ചു വളമിടിയിൽ ഇല വലുതാക്കി ഈ മണ്ണിലെ വളം വലിച്ചെടുത്ത് തടി വലുതാക്കി തീർക്കാനല്ല, ഫലം പുറപ്പെടുവിക്കാനാണ്. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ കോടാലി പുറകെയുണ്ട്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് പാടിക്കാട്ടെ.